ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ എനിക്കറിയാം നമ്മൾ കുറച്ച് നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത്. പക്ഷെ എന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കുറേ പേര് എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചു എന്താണ് വീഡിയോ വരാത്തത്. മീൻസ് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല നമ്മുടെ വീഡിയോസിനൊക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ചോദിച്ചവരോടൊക്കെ സന്തോഷം മാത്രം. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം അല്ലേ. സോ ഇന്നൊരു എക്സ്റ്റീരിയർ വീഡിയോ ആട്ടോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ മോഡൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇത് നമ്മുടെ ഒരു ക്ലയൻറ്റിന് വേണ്ടി ചെയ്ത വീടായിരുന്നു. സോ ഇത് ആക്ച്വലി 2 മോഡലുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു പ്ലാനിന് തന്നെ 2 ഔട്ട് കൊടുത്താണ് ഇത് ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം. സോ അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് പ്ലാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതായിരുന്നു നമ്മുടെ പ്ലാൻ വരുന്നത്. സോ നിങ്ങൾക്ക് നോക്കിയാൽ കാണുമ്പോൾ ഒരു സിറ്റ് ഔട്ട്, ലിവിങ്, ഇവിടെ ബേ വിൻഡോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കോർട്ട്യാർഡായിരുന്നു ക്ലയൻറ്റ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. മീൻസ് ഈ ബേ വിൻഡോ ഒഴിവാക്കിയിട്ട് ഇവിടെ ഒരു ഓപ്പൺ കോർട്ട്യാർഡൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പ്ലാന് ഒന്ന് ലേഔട്ട് കാണിച്ച് തന്നതേ ഉള്ളൂ. ഇത് ഗ്രൗണ്ട് ഫ്ലോർ, ഇത് ഫസ്റ്റ് ഫ്ലോർ. സോ ഇപ്പോൾ ഈ ഒരു പ്ലാനിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പം മോഡൽ റെഡി ആക്കിയിട്ടുള്ളത്. അപ്പം ഇതായിരുന്നു ആദ്യം കൊടുത്തൊരു മോഡൽ. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് ആയിരുന്നു, നമുക്കൊരു ഊഞ്ഞാൽ വേണം ഗ്ലാസ് തുറന്നിട്ട്. സോ ഇങ്ങനെ ചെയ്തപ്പോൾ വന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മീൻസ് ക്ലയൻ്റ് ഒരു പ്രൈവസി കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ മുമ്പ് തന്നെയാണല്ലോ ഞാൻ കാര്യങ്ങളും. മീൻസ് പുറത്തുനിന്ന് ഒരാൾ കയറി വരുമ്പം അതവിടെ ഒരു അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് വന്നത് കാരണം സോ രണ്ടാമത് ചെയ്തൊരു മോഡലായിരുന്നു ഇത്. സോ അപ്പം ഈ ഒരു ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ലുക്കും മൊത്തത്തിലായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു 2 എക്സ്റ്റീരിയർ ലുക്കിൽ നിങ്ങൾക്ക് ഏത് വീടാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മീൻസ് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. മീൻസ് നമ്മുടെയൊക്കെ ടേസ്റ്റ് ഒരുപോലെയാണെന്ന് നോക്കാമല്ലോ. സോ ക്ലയൻറ്റ് ഏതാണ് ഇതിൽ ഫൈനലൈസ് ചെയ്തതെന്ന് അതവിടെ നിൽക്കട്ടെ. സോ അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാനിന്ന് റെൻ്റർ ഔട്ട് എടുക്കാൻ പോകുന്നത് ഈ ഒരു വീടാണ്. ഓക്കെ, എന്തുകൊണ്ട് ഇതിൻ്റെ എടുക്കുന്നില്ല ഇത് കാണിച്ചു തരുന്നില്ല എന്ന് വെച്ചാൽ, എൻ്റെ ഈ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തവർക്കറിയാം. ഞാനിപ്പം ഇതിൻ്റെ ഒരു ഔട്ട് കുറച്ച് മുമ്പേ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തൊരു വർക്ക്. ഇതിൽ തന്നെ വേറൊരു ചേഞ്ചും. ആക്ച്വലി ഞങ്ങൾക്കറിയാം ഒരു ഡിസൈനിൻ്റെ അത്രത്തോളം ചേഞ്ച് വരുന്നുണ്ട്, ഒരു ഡിസൈൻ ഫൈനലായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത ഒരൗട്ട് ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ മുകളിലൊരു ഗ്ലാസ് പോർഷനൊക്കെ വരുന്ന രീതിയിൽ. സോ അത് കണ്ടവർക്ക് അറിയായിരിക്കും. സോ അതവിടെ നിൽക്കട്ടെ, കാണാത്തവർ വിട്ടേക്ക്. അല്ലെങ്കിൽ ഗ്രൂപ്പിലുണ്ടാവും കേട്ടോ. ഗ്രൂപ്പിൽ ഓൾറെഡി ചാറ്റ് പോയാൽ അതവിടെ അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും അത് ചിലപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കാം. നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാമല്ലോ ഏതാണ് ബെറ്റർ എന്നുള്ളത്. അപ്പം മോഡൽ ജസ്റ്റ് ഓക്കെ അല്ലല്ലേ, ഇതിന് കൂടുതൽ കാണിച്ചു തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. സോ മുമ്പിൽ കോർട്ട്യാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, സിറ്റ് ഔട്ട്, ഇതൊക്കെ രണ്ടും സെയിം ഒക്കെയാണ്. മീൻസ് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അത് എന്തിനാണ് ഏതിനാന്നൊക്കെ. അപ്പം നമ്മളിന്ന് റെൻഡർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മോഡലാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാമറ റെഡി ആക്കിയിട്ടുണ്ട്. സോ ക്യാമറ 2 ആണ്, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. നമുക്കിത് D5 കൊണ്ടുപോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. സോ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്നിങ്ങനെ വെച്ച് സെറ്റാക്കിയിട്ട് D5 മീൻസ് ഞാൻ ഈ ഒരു ഐക്കണാണ് യൂസ് ചെയ്യുന്നത്. അറിയായിരിക്കും, എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. നമുക്ക് ഒന്നിൽ കൂടുതൽ വഴിയുണ്ട് ആക്ച്വലി നമ്മൾ 3ds Max ഫയൽ D5 കൊണ്ടുപോകാൻ. അറിയാത്തവരാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്ക് ഈ ഒരു എക്സ്പോർട്ട് D5, അതായത് D5 ഫോർമാറ്റിലേക്ക് ഇത് എക്സ്പോർട്ട് ചെയ്തിട്ട് D5 ഓപ്പൺ ചെയ്ത് നമുക്ക് ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യാം. സോ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് സിങ്ക് ബട്ടണാണ്. മീൻസ് സിങ്ക് ബട്ടൺ യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇൻ കേസ് ഈ ഒരു മോഡൽ എന്തെങ്കിലും എഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
അത് ലൈവായിട്ട് ഇവിടുന്ന് ചെയ്യുമ്പം അപ്പുറത്തുനിന്ന് അപ്ഡേറ്റ് ആയിക്കോളും. ഈ ഒരു ടൂൾ അതായത് എക്സ്പോർട്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ ഒരു എഡിറ്റ് എക്സ്പോർട്ട് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഇത് ലൈവ് സിങ്ക് ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. സോ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ന്യൂ പ്രൊജക്റ്റ് കൊടുത്ത് D5ലേക്ക് കൊണ്ടുപോകാം. അതിനു മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ, സോ അത് ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ റീച്ച് ആയിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ആയൊരു ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല, കുറച്ചധികം ആൾക്കാർ അതിൽ ജോയിൻ ചെയ്തു. മീൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അറൗണ്ട് ഒരു 100-നടുപ്പിച്ച്, ഒരു 110-നടുപ്പിച്ച ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു മാസത്തോളം കഴിഞ്ഞെന്ന് തോന്നുന്നില്ലേ, ഏകദേശം ആയി, ഒരു 2-3 ആഴ്ച കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഇപ്പം കറൻ്റ്ലി ഈ റെക്കോർഡ് ചെയ്യുന്ന ഈ സമയത്ത് വരെ മാത്രം അതിൽ 652 ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ 500-ലധികം ആൾക്കാർ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്തു. സന്തോഷം മാത്രം. സോ നമ്മുടെ ഗ്രൂപ്പ് വളരട്ടെ. പക്ഷേ അതേസമയം എനിക്ക് ചെറിയൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഗ്രോത്ത് എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടില്ല. യൂട്യൂബ് ചാനലായിരുന്നുവെങ്കിൽ കുറച്ചധികം സന്തോഷം കൂടി കിട്ടിയാണ് എനിക്ക്. സ്റ്റിൽ ഹാപ്പിയാണ്. സോ ഇത്രയും പേര് എൻ്റെ കൂടെയുണ്ട്. ലൈക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്ക് ടു വീഡിയോ. ഇവിടെ ഫയൽ സിങ്ക് ആയിട്ടുണ്ട്. സോ ഇത് കണ്ടോ, നമ്മുടെ ടെറൈന് സിറ്റ് ഔട്ട് ലെവലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് സെയിം ആയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ മോഡൽ എക്സ് ക്ലിക്ക് ചെയ്തു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഇവിടെ ഡ്രോപ്പ് വെർട്ടിക്കൽ കൊടുത്തു. സോ നമുക്ക് ചെയ്ത ഫയൽ, ഒരു മിനിറ്റ്, അതിനു മുമ്പ് ക്യാമറ ഞാനിത് വിട്ടുപോയതാട്ടോ, ഓട്ടോ ലൈറ്റ് ഓഫ് ആക്കി ഇത് ഫ്ലൈ മോഡിലേക്ക് മാറ്റി. സോ ആ ഒരു ടെറൈനിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു മോഡൽ വന്ന് നിന്നിട്ടുണ്ട്. അപ്പം ആദ്യം ചെയ്യേണ്ടത് ഒരു ക്യാമറ റാൻഡായിട്ടൊന്ന് സെറ്റ് ചെയ്യണം. ക്യാമറ സെറ്റ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് വേറൊരു ടിപ്പ് കൂടി ഈ വീഡിയോ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുകയാണ്. സോ നമുക്ക് ഇവിടെ ഓർബിറ്റ് ഫ്ലൈ വോക്ക് എന്ന് ഒരു ഓപ്ഷൻ കൂടി കാണാൻ പറ്റും. ആ വോക്ക് പ്രസ് ചെയ്ത് എന്താ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഐ ലെവലിലേക്ക് ആ ഒരു ക്യാമറ ഓട്ടോമാറ്റിക്കലി സെറ്റാവും. എന്ന് വെച്ചാൽ ഇവിടെ 1.65 മീറ്ററിലാണ് സ്കാനിങ് എടുക്കുക, അതായത് 165 സെൻറ്റിമീറ്ററിൽ. സോ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 180 കൊടുക്കാം. സോ ആ ഒരു ഹൈറ്റിലേക്ക് കൂടും. ഇതിപ്പം 2.5-ലാണുള്ളത്, 2.5 മീറ്ററിലാണുള്ളത്. 2.5 മീറ്ററാണ് മാക്സിമം ഹൈറ്റ് വെക്കാൻ പറ്റുന്നത് കേട്ടോ. അതെന്ന് വെച്ചാൽ ഇത് ബേസിക്കലി ഒരു ഹ്യൂമൻ ഐ ലെവലിൽ ഒരു ഒബ്ജക്റ്റിനെ കാണുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം 2.5 മീറ്റർ വരെ മാത്രമേ ഐ ലെവൽ ഉയർത്താൻ പറ്റത്തുള്ളൂ. മീൻസ് നമ്മൾ ക്യൂ പ്രസ് ചെയ്ത് സീന് മുകളിലേക്ക് ആകുമല്ലോ, അതേപോലെ ഈ പ്രസ് ചെയ്ത് താഴത്തേക്ക് വരുമ്പം അത് 0 ലെവലിൽ, ഈ ഒരു ലെവലിൽ മാത്രമാണ് നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു വോക്കിൽ ഇട്ടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് സെറ്റാവുക. ഇത് ആക്ച്വലി നമുക്ക് ഇൻറ്റീരിയർ വോക്ക് ത്രൂക്ക് എടുക്കുമ്പം ആക്ച്വലി യൂസ്ഫുള്ളാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ശ്രദ്ധിച്ചായിരുന്നു അത്? ക്യാമറ കുറച്ചൊന്ന് പുറകിലാക്കിക്കോട്ടെ. ഇവിടെ ആക്ച്വലി 2 സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ സിറ്റ് ഔട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ക്രീനൊന്ന് ജമ്പ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഒരു ഹ്യൂമൻ, അതായത് ഒരു മനുഷ്യർ സ്റ്റെപ്പ് നടന്ന് കയറുമ്പോഴുള്ള ആ ഒരു ഐ ലെവൽ വരുന്ന വ്യത്യാസമാണ്. ശ്രദ്ധിച്ചോണേ. കണ്ടായിരുന്നോ? കണ്ടില്ല അല്ലേ? സോറി. മീൻസ് നമുക്ക് ക്യാമറ ഒന്നുകൂടെ ഒന്ന് അടുപ്പിച്ച് വെക്കാം. വോക്ക് കണ്ടോ, ആ സ്റ്റെപ്പ് ഇറങ്ങുന്നതും കയറുന്നതും ഒരു ജമ്പ് കിട്ടുന്നത്. അത് വോക്കിലിട്ടാൽ നമുക്ക് ഇൻറ്റീരിയർ വോക്ക് ത്രൂ ഒക്കെ ചെയ്യുമ്പം അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഒരു ഇൻറ്റീരിയർ സെക്ഷൻ എന്തായാലും കവർ ചെയ്ത് കാണിച്ചു തരാം. ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ലൈക്ക് ഇവിടെ വോക്കിലിട്ടു, നടന്ന് കയറുമ്പം ഒരു ജമ്പ് ഇവിടെ ഫീൽ ചെയ്യുന്നില്ലേ? ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത്ര മതി കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നില്ല, നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ആദ്യം നമുക്ക് എന്താ വേണ്ടേ, ക്യാമറ സെറ്റ് ചെയ്യണം. അപ്പം 45-ലിടാം, ഫ്ലൈയിലിടാം. നമുക്ക് കുറച്ച് ലോങ് ഡിസ്റ്റൻസിൽ
എന്നിട്ട് എന്തായാലും വോക്ക് കൊടുക്കാം. വോക്ക് വെച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നത്. നമുക്കൊരു 200 സെറ്റാകാം. തൽക്കാലം ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് സെറ്റാക്കാം. ഓക്കെ, നമുക്ക് ഇപ്പുറം നോക്കിയാൽ നമ്മുടെ പഴയ മോഡൽ കാണാൻ പറ്റും കേട്ടോ. ഒന്ന് സട്ടനായിട്ട് പോയിട്ട് അതും കൂടി ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫ്ലൈ സി ഇതായിരുന്നു എൻ്റെ ഓപ്ഷൻ 1 ആയിട്ട് കൊടുത്ത സാധനം. ഓപ്ഷൻ 2 ആയിട്ട് കൊടുത്തത് ഇതാണ്. അപ്പം ഞാൻ നമ്മുടെ ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ കാണിച്ചു തരണം, അല്ല ലാസ്റ്റ് കാണിച്ചു തരണം? നമുക്ക് ഫൈനലായിട്ട് കാണിച്ചു തരാം, അല്ലേ? അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമുക്ക് റെൻഡറിങ്ങിൻ്റെ കാര്യങ്ങളൊന്ന് സെറ്റാക്കി വെക്കാം എന്തായാലും. സോ നമുക്ക് ആദ്യം എവിടെ നിന്ന് തുടങ്ങാം? ലൈക്ക് നമുക്ക് പേയ്മെൻറ്റിൽ തന്നെ തുടങ്ങാം. സോ നമുക്ക് ആദ്യമായിട്ട് മോഡലിലേക്ക് വന്നു, മെറ്റീരിയലിലേക്ക് വന്നു, ദെൻ ഔട്ട്ഡോർ ഗ്രൗണ്ടിലേക്ക് വന്നു. ഇവിടെ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 0.5 തന്നെയാണുള്ളത്. ഇതൊന്ന് 90 ഡിഗ്രി 0. അങ്ങനെ തന്നെ നോട്ടെ. അഗൈൻ പിന്നെ വരുന്നത് HDR സെക്ഷനിലാട്ടോ. ഞാൻ ഇതിൽ ഓൾറെഡി പ്രീസെറ്റിലൊരു HDRI സൺ അല്ലെ HDRI യൂസ് ചെയ്യാനാണ് തീരുമാനം. സോ ഏതാണ് ആപ്റ്റാവുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇപ്പോൾ ഒന്ന് ക്ലൗഡി മിഡ് ഡേ ടു മിഡ് ഡേ. നമുക്ക് ക്ലിയർ സൺറൈസ് ഓക്കെ ആണല്ലേ? നമുക്ക് ഓക്കെ ഫൈൻ, നമുക്ക് ഇതിൽ തന്നെ പോവാം. തൽക്കാലം ക്യാമറ ജസ്റ്റ് ഇങ്ങനെ നോക്കാം. നമുക്ക് ഫൈനലായിട്ടൊന്ന് സെറ്റ് ചെയ്യാം. F8 ഒന്ന് പ്രസ് ചെയ്തു, സ്റ്റഡിയാക്കി റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിപ്പോൾ പുറകിൽ നിന്ന് ഷാഡോ വരുന്ന രീതിയിലാണ്. പുറകെ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ പുറകിലാണ് സൂര്യൻ വരുന്നത്. സോ നമുക്ക് ഇതിന് ഷാഡോൻ്റെ പരിപാടി ആവശ്യമുള്ളത് കൊണ്ട് ഈ ഒരു ഇതിലേക്ക് നോക്കാം. F8 ഒന്ന് പ്രസ് ചെയ്തത് പെർസെപ്റ്റീവ് വ്യൂയിലേക്ക് മാറിയിട്ടുണ്ട്. സോ ക്യാമറ വ്യൂയിലേക്ക് വരികയാണെങ്കിൽ ഓക്കെ, ഇങ്ങനെയാണ്. ഇവിടെ എന്താണ് ഒരു ഗ്യാപ്പ് കാണുന്നത്? ഓക്കെ, സോ ഞാൻ എന്തുകൊണ്ട് സിങ്ക് ബട്ടൺ യൂസ് ചെയ്തെന്നുള്ളതിൻ്റെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു. ലൈക്ക് ഇവിടെ കണ്ടു ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ ടോപ്പ് വ്യൂയിലേക്ക് വന്നു. അത് ഈ ഗ്യാപ്പാണ് ആക്ച്വലി. കണ്ടോ ഗൈസ്, അത് ഈ ഒരു ഗ്യാപ്പായിരുന്നു. അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യുമ്പോൾ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഏറ്റവും പുള്ളിലേക്ക് വന്നിട്ട് ഈ ഒരു വേർട്ടെക്സ് സെലക്ട് ചെയ്ത് തൽക്കാലത്തേക്ക് നമ്മുടെ പ്രശ്നം പരിഹരിക്കാവുന്ന രീതിയിലേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. അതിന് മാപ്പ് സ്കെയിൽ ഓൺ ആക്കി കൊടുക്കുക. അതേസമയം നമുക്ക് അതിന് കുറച്ച് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കാം. എന്തിനാണെന്ന് വെച്ചാൽ ആവശ്യമുണ്ട് കുറച്ച് മുമ്പോട്ടാക്കി വെച്ചാൽ അത് ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആ ഒരു പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ നമുക്ക് ഇവിടെ ഒരു ട്രീ ആഡ് ചെയ്യാം.
ലൈക്ക് നമ്മുടെ ലോക്കലിൽ വരികയാണെങ്കിൽ ഇവിടെ പേഴ്സണൽ കളക്ഷൻ്റെ അകത്ത് കുറച്ച് ട്രീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോറി, ഇത് മെറ്റീരിയലാണ്. സോ ഇവിടെ ട്രീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മീൻസ് ഇത് ഞാൻ ലാസ്റ്റ് ഓഫർ ചെയ്തതായിരുന്നു, ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനിപ്പോൾ എന്തായാലും നമ്മുടെ ഇപ്പം 1K സബ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. സോ 1K അടിച്ചാൽ ഉടനെ ഞാനിപ്പോൾ ബൾക്കായിട്ട്, മീൻസ് എൻ്റെ കയ്യിൽ ഇപ്പോൾ മോഡലിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ കാർ കളക്ഷൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ട്രീ ഉണ്ട്, കാർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ട്രീ മാത്രമാണ് ഇപ്പോൾ അഡീഷണലായി ചെയ്തിട്ടുള്ളത്. പക്ഷേ മെറ്റീരിയലിൻ്റെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതെന്ന് വെച്ചാൽ ആക്ച്വലി റൂഫ് ടൈലാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് ബ്രിക്കിൻ്റെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ പേയ്മെൻറ്റിനാണ്, ഇത് ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. സോ ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ചു പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് ഹോൾഡായി പോയതാണ്. ഓൾമോസ്റ്റ് നമ്മുടെ മെറ്റീരിയൽ സെക്ഷനിൽ ഓൺലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോഡൽ കാണുമ്പം വരുന്ന ഓൾമോസ്റ്റ് എല്ലാം ഞാൻ ഇതിൻ്റെ ഒരു ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് നമുക്ക് ഈ ഒരു കാറ്റഗറി കണ്ടോ, സെറാമിക്, കോൺക്രീറ്റ്, ഫാബ്രിക്, ഗ്ലാസ്, പ്ലാസ്റ്റിക്, സ്റ്റോൺ, മെറ്റൽ, ലെതർ, വാൾ, റൂഫ്, വാൾ ടൈല്, സെറാമിക്, വുഡ് ഫ്ലോറിങ്, വുഡ്, വൂവൻ, നാച്ചുറൽ, ഡ്രോ, വാട്ടർ, ഔട്ട്ഡോർ ഗ്രൗണ്ട്, സി എവറിത്തിങ്. അതായത് നമ്മുടെ D5 പ്രോ കളക്ഷൻസിലുള്ള ഒരുവിധം എല്ലാ കാറ്റഗറീസിലുള്ള സാധനങ്ങളും ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഞാൻ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സം പേഴ്സണൽ ഇഷ്യൂസ് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പം നിലവിൽ തീരുമാനിച്ചേക്കുന്നത് 1K സബായാൽ ഉടനെ കുറച്ച് സാധനം അപ്ലോഡ് ചെയ്തിട്ട് ദെൻ പടിപടിയായിട്ട് ഒരു 1100 ആകുമ്പോൾ നെക്സ്റ്റ്, 1200 ആകുമ്പോൾ നെക്സ്റ്റ്, 300 ആകുമ്പോൾ നെക്സ്റ്റ്, 400, ഓരോ മൈൽ സ്റ്റോൺ എത്തുമ്പോഴും ഞാൻ മീൻസ് നിങ്ങളുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. സോ യാ, അത് ഞാൻ വഴിയെ പറയാം. അപ്പം എന്തായിരുന്നു, ബാക്ക് ടു മോഡലിംഗ് സെക്ഷൻ. അപ്പോൾ നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കാം. സോ തിരിച്ച് ക്യാമറ വ്യൂവിൽ വന്നിട്ട് ഞാൻ ഈ ഒരു ട്രീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ഡ്രാഗ് ചെയ്ത് ഈ ഒരു എഡിറ്റ് ക്യാമറ കണ്ടോ, നമുക്ക് ലൈക്ക് മുകളിൽ നിന്ന് കുറച്ചു ഇലകൾ താഴത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് അത് നമ്മുടെ ക്യാമറ വ്യൂവിൽ വന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. F8 പ്രസ് ചെയ്ത് ഓക്കെ, സീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ മുകളിൽ നിന്ന്. മീൻസ് ഇതൊക്കെ ഒരു നമ്മുടെ റെൻഡറിങ് ടെക്നിക്കാണ് ആക്ച്വലി. നമ്മുടെ സ്ക്രീനൊന്ന് നിറഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ചെയ്താൽ നോർമലായിട്ട് റെൻഡർ ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. സോ അതാണ് ആക്ച്വലി ഉള്ളത്. ദെൻ അത് കഴിഞ്ഞ് തിരിച്ച മോഡലിലേക്ക് തന്നെ വരികയാണ്. ലോക്കലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീയുടെ കളക്ഷൻസ് ഉണ്ടാവും. സോ ഞാനിത് അധികം യൂസ് ചെയ്യുന്നില്ല, മീൻസ് നിങ്ങളുടെ കയ്യിലുള്ള എൻ്റെ കയ്യിലും ഉണ്ടാവണമെന്നില്ലല്ലോ. സോ നമുക്ക് ഫ്രീ വേർഷൻ വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തൽക്കാലം. സോ ഓൺലൈനിലേക്ക് ഞാൻ തിരിച്ചു വന്നു. ഇവിടെ ഞാൻ നാച്ചുറലിലേക്ക് വന്നു, ഫ്രീ ഓൺലൈനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് അത് വേണ്ട, ഓക്കെ. ഇനിയിപ്പോൾ നമ്മുടെ ഷാഡോയുടെ പരിപാടി ഒന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. ഞാൻ അതിനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലോ റെസൊല്യൂഷൻ ട്രീസ് പറഞ്ഞ കുറച്ച് കളക്ഷൻസ് ഉണ്ടല്ലോ. സോ അതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ ഓക്കെ, ഇത് ഷാഡോ വരുന്നുണ്ട്. ഇപ്പം മീൻസ് നമ്മുടെ
വീടിന് പുറത്തേക്ക് ഷാഡോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവല്ലോ. ഷാഡോ വരുന്ന രീതിയിൽ അതാക്കി അത് നമുക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പം ശരിക്കും മനസ്സിലാവേണ്ടതാണ്. കണ്ടോ ലൈക്ക് ഇവിടെ ഒരു ഒബ്ജക്റ്റ് വന്നത്. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം. മെറ്റീരിയൽ നമുക്ക് വാൾ ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു വാൾ പെയിൻറ്റിൻ്റെ ഒരു മെറ്റീരിയൽ ഇവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. ഒരു വൈറ്റ് കളർ വൈറ്റ് റഫ് വാള് വൈറ്റ് വാൾ പെയിൻറ്റ്. നമുക്ക് അതൊന്ന് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്യാം. സോ നമ്മുടെ സ്ക്രീനൊന്ന് അത് ജസ്റ്റ് ഒന്ന് ബാലൻസ് ആവും. ഓക്കെ, ഒന്ന് ഫയൽ സേവ് ചെയ്തോട്ടെ. നമുക്ക് ഇവിടെ ചെറിയൊരു പ്ലാന്റും കാര്യങ്ങളൊക്കെ വെക്കുകയാണ് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും തോന്നുന്നു. സോ അതിനായിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓർണമെൻ്റൽ ഗ്രാസ് ആണ്. ഓക്കെ, നമുക്ക് ഇതും സെലക്ട് ചെയ്തിട്ട് ബ്രഷ് എടുക്കാം. സോ ഇതിൻ്റെ സൈസ് ഒന്ന് കൂടുതലാണ്. വെയിറ്റ്, ഇവിടെ പുതിയൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ. We recommend using top tool for creating various type of path if you wish that ഫൈൻ. നമുക്ക് എന്താണെന്ന് ചെക്ക് ചെയ്യാം എന്തായാലും. സോ ഞാൻ ഇതുമാണ് ഇവിടെ ആഡ് ചെയ്തത്. അല്ല, ഇത് മാത്രം മതി. നല്ല സൈസ് ഒന്ന്. ഓക്കെ ജസ്റ്റ് ഡ്രോ ചെയ്യാം. അല്ലെങ്കിൽ ഇതും കൂടി ഒന്ന് ആഡ് ചെയ്യാം. റാൻഡം സൈസ് കൂടി ഒന്ന് സെറ്റ് ചെയ്യാം. റേഡിയസ് ഒന്ന് കൂട്ടി കൊടുക്കാം. നമ്മുടെ വീടിൻ്റെ ഡെൻസിറ്റി കൂട്ടി കൊടുക്കണം. ഇത്രയും ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം നമ്മുടെ ക്യാമറ വ്യൂയിലേക്ക് വരുമ്പം ഈ ഒരു ഏരിയ നമ്മുടെ ഗ്രാസ് വെച്ചിട്ട് കവറാകുന്നുണ്ട്. അപ്പം അത് നമ്മുടെ ഫൈനൽ ഔട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് ഭംഗിയുണ്ടാവും എന്തായാലും. സോ നമുക്ക് ഈ ഒരു മിസ്സായപ്പോൾ ഏരിയ ഒക്കെ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കളയാം. റേസ് ചെയ്ത് കളയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് ഇതൊന്ന് സെലക്ട് ചെയ്യാം. ബ്രഷ് ടൂൾ തന്നെ നമുക്ക് ഇവിടെ പാത്ത് ടൂൾ എടുത്താൽ മതി കേട്ടോ. ലൈക്ക് ഇവിടെ നമുക്ക് ഈ ഒരു ടൂൾ കണ്ടോ, പാത്ത് ടൂൾ. സോ അത് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പാത്ത് ഫോർ നാച്ചുറൽ കസ്റ്റം പാത്ത് എടുക്കുക. സോ നമ്മളിവിടെ ഇത്ര വരെ ഒന്ന് വരക്കുക. then അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കണ്ടോ, അവിടെ വന്നിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ 3 നമുക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ഡെൻസിറ്റി വാല്യൂ നമുക്ക് കൂട്ടി കൊടുക്കുക. ഒരു 20 കൊടുത്തു. നമുക്കത് 3 ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ പിന്നെ ചെയ്യാനുള്ളത് റാൻഡം സ്കെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതുകൂട്ടി എല്ലാത്തിൻ്റെയും ഹൈറ്റ് ചെറിയൊരു വ്യത്യാസം വരും. ദെൻ റാൻഡം റൊട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 90 കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. സ്വന്തം ക്യാമറയിലേക്ക് തിരിച്ചു വരിക. അപ്പം 20 പോരാ, നമുക്കൊരു 30 കൊടുത്താൽ കുറച്ച് കൂടുതലാണ്. സോ 25. ഓക്കെ ആണ്. ആ ഒരു ഏരിയ ജസ്റ്റ് കവറാകണമെന്ന് ഉദ്ദേശിച്ചല്ലോ. ഫൈൻ. നമുക്ക് ഇവിടെയും സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യാം. പാത്തെടുത്തു, കസ്റ്റം പാത്തെടുത്തു, ഇവിടെ വെച്ചു. നമുക്ക് ഇവിടെ വരെ വെക്കാം, നിന്നോട്ടെ, കുഴപ്പമില്ല. ക്യാമറ ടൂളിലേക്ക് വന്നു, കസ്റ്റം പാത്തിലേക്ക് വന്നു. പിന്നെ ഇവിടെ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തു. 1 2 3 കൊടുത്തു.
വാല്യൂ ഒരു 10 മതിയാവില്ലേ? പോരാ, 20. അതൊരു കുറച്ച് മുമ്പോട്ടേക്കാക്കി കൊടുക്കാം. 50. അത് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇനി നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ എടുക്കണ്ടല്ലോ. സോ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വി പ്രസ് ചെയ്ത് ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യാം. ഗൈസ്, എനിക്കിതിൽ വേറൊരു ഐഡിയ കൂടി ഉണ്ട്, എനിക്കിപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഈ ഒരു ഏരിയ ആണ് ഫൈനലായിട്ട് റെൻഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ഈ ഒരു ക്യാമറ സേവ് ചെയ്ത് ഫയറൊന്ന് സേവ് ചെയ്തിട്ട് വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം 2 ഫയൽ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പം ഈ ഒരു സംഭവം ഒന്ന് ഡ്രാഗ് ചെയ്ത് മൂവ് ചെയ്ത് പുറകോട്ടാക്കുക. തിരിച്ച് നമ്മുടെ ക്യാമറ വീട് വരുമ്പം നമുക്ക് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട്, നമ്മുടെ അറിയാലോ കേരളത്തിലാകുമ്പോൾ അടുത്തടുത്ത് വീടുണ്ടാവും. സോ നമുക്ക് അപ്പുറം വേറൊരു വീട് കാണുന്ന രീതിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം. അത് എത്രത്തോളം റെഡി ആവുമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ലുക്കേ മാറിയല്ലോ. അത് നമ്മൾ നോക്കി ചെയ്യേണ്ടതാണ്. നമുക്കൊരിക്കലും ഇന്നത് ചെയ്താൽ സെറ്റാവുമെന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ചെയ്ത് ഭംഗിയാക്കലാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അപ്പോൾ നമ്മുടെ റിഫ്ലക്ഷൻ്റെ അകത്ത് ചെറിയൊരു പോർഷൻ മിസ്സാകുന്നതുകൊണ്ട് അതുകൂടി ഞാൻ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം അത്രയും കാര്യം ഓക്കെയാണ്. അതേസമയം ഇവിടെ ചെറിയൊരു ഏരിയ മിസ്സാകുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. സോ അതിന് നമ്മൾ ചെയ്യുന്നത് ഹൈറ്റ് ഒരു പൊടിക്ക് കുറച്ചിട്ട് അത് തന്നെ ഒന്ന് മൂവ് ചെയ്ത് വെച്ച് നോക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
കുഴപ്പമില്ല, അത് ഓക്കെയാണ്, നമുക്ക് അത്രയും ഫൈൻ, അത് റെഡിയാക്കാം. ഇനിയിപ്പം നമുക്ക് ഇതിലൊക്കെ ഒരു കാർ ആഡ് ചെയ്യാം. സോ കാറിന് ഞാനിപ്പം ഉദ്ദേശിക്കുന്നത് മീൻസ് പേഴ്സണൽ കളക്ഷനിലുള്ളതാണ്. ഇതിലെ നമ്മുടെ ഇന്ത്യൻ കാർ, ഇതിൽ കുറച്ച് കാറ് കിടപ്പുണ്ട്. വോക്സ് വാഗൺ ജി ടി, എവിടെ, സിട്രോണ്, ബെൻസ്, വോക്സ് വാഗൺ, ടൊയോട്ട, MBQ, ബെൻലി, ഓഡി, BMW. നിങ്ങൾക്ക് സംടൈംസ് ചില പേര് ഇത് പുതിയ ആൾക്കാരെ കാണുന്നുണ്ടാവും. സോ അവർക്കൊക്കെ ഈ ഒരു കാറിൻ്റെ ലിങ്കൊക്കെ എൻ്റെ ഗ്രൂപ്പിലുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് ജോയിൻ ചെയ്താൽ സാധനം റെഡിയായി കിട്ടും. മീൻസ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടാൽ മതി. അപ്പം അതിന് ഡീറ്റെയിൽ ആയിട്ട് ഇതെങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതെങ്ങനെ നമ്മുടെ D5 ലൈബ്രറിയിലേക്ക് കൊണ്ടുവരാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഞാനിപ്പോൾ സിട്രോണ് ഒരു ഇത് കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ പോർഷെ, നിവിയ, നിസാൻ, മാസ്റ്റ, ലക്സസ്, കിയ സോണറ്റ്, കിയ ജീപ്പ്, ഫ്ലാറ്റ്, ഫെരാരി, BMW. ഓക്കെ, നമുക്ക് തൽക്കാലം ഇത് തന്നെ വെക്കാം. സോ ജസ്റ്റ് വെച്ച് നോക്കാം. നമുക്ക് സീനിൽ ഓക്കെ അല്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒഴിവാക്കി വിടേണ്ട കാര്യമുള്ളൂ. കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്തോട്ടെ. ഡിഗ്രിയിലേക്ക് വെച്ചിട്ടുണ്ട്. എനിക്ക് സ്റ്റിൽ ഇവിടെ ഒരു ഷാഡോ കുറച്ച് ഓവറാണോ എന്നൊരു ഡൗട്ട്. നമുക്ക് ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് സോറി, ഇതിനെ കൊണ്ടൊരു കളിയുണ്ട്. ഓക്കെ, അത് ഏത് ട്രീ ആണ്? അത് പോയിക്കോട്ടെ. അത്രയും ഡാർക്ക്നെസ് നമുക്ക് അവിടെ ആവശ്യമില്ല. അതേസമയം ഈയൊരു സീനിലേക്കൊരു പൊടി നമുക്ക് ആവശ്യമുണ്ട്. ഇത്ര ആവശ്യമില്ല. അപ്പോൾ ഒന്ന് പൊന്തിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് ഏരിയ കൂടി ഒന്ന് എക്സ്പോസ് ആയി വരുന്നുണ്ട്. മീൻസ് നമുക്ക് ഭയങ്കര ബ്രൈറ്റായിട്ട് വരുന്നുണ്ട്. സോ ഞാൻ അതിന് ചെയ്യാൻ പോകുന്നത് ഓൺലൈനിലേക്ക് വന്നു. ഇപ്രാവശ്യം ട്രീ അല്ല, നമുക്ക് ചെറിയ ട്രീയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. സോ ഞാനിത് മെയിനായിട്ട് ഷാഡോ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഈ ഒരു ചുമരിൽ കണ്ടോ ഷാഡോ വരുന്നത്, അതിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അത് ആഡ് ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ അതാവശ്യമില്ലാന്ന് തോന്നുന്നു.
നമുക്ക് ഇതിൽ മെറ്റീരിയൽ വന്നു. ഈ ഒരു വാൾ പെയിൻ്റ് ഒന്ന് കൊടുത്തു. ആക്ച്വലി ഞാൻ കൊടുത്തായിരുന്നല്ലേ, സോറി. അത് ഞാൻ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? F8 പ്രസ് ചെയ്തു, സ്ട്രേറ്റ് വ്യൂ ആക്കി. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു കളറ് റെഡ് ടോണിലേക്ക് കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ലൈറ്റ് ചെറിയൊരു കുറവ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതിനൊന്ന് ഒന്ന് കൊടുത്ത് വിസിബിൾ റിഫ്ലക്ഷൻ കുറച്ച് ബ്രൈറ്റാക്കി കൊടുക്കുക. അത് തന്നെ കോപ്പി ചെയ്ത്. ആക്ച്വലി ഇത് പോയിൻ്റ് ലൈറ്റാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. നൈറ്റ് ഷോട്ട് എടുക്കാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യായിരുന്നു. എക്സ്റ്റീരിയറിലൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് ചെയ്യായിരുന്നു. സോ ഞാനിതിപ്പം ജസ്റ്റ് ഒരു ബേസ് റെൻഡർ ട്യൂട്ടോറിയൽ എന്നുള്ള രീതിയിൽ അത്രയും കാര്യങ്ങൾ കവർ ചെയ്യുന്നില്ല. സോ ഇതിൻ്റെ വാല്യൂ നമുക്കൊരു 10, ചെറിയൊരു വെളിച്ചം വേണമെന്നേ ഉള്ളൂ. അപ്പം അത് മതിയാവും. ഇനി മെയിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നൊരു കാര്യം, ഇത് മസ്റ്റാട്ടോ. നമ്മുടെ വിൻഡോയുടെ പുറകിലായിട്ട് ഫയൽ സേവ് ആയിക്കോട്ടെ. കർട്ടൻ ആഡ് ചെയ്യാൻ പോവാണ് ഞാൻ. സോ ഇതിനായിട്ട് കർട്ടൻ സെർച്ച് ചെയ്യുന്നു. കുറച്ചധികം കർട്ടൻ ഉണ്ട്. അപ്പം ഇതിൽ ആക്ച്വലി ഞങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഈ ഒരു ഐക്കൺ കാണുന്നതൊക്കെ ആനിമേഷനുള്ള കർട്ടൻസാണ്. സോ ഇത് വെച്ചാൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഓക്കെ, അത് നമുക്ക് ഇവിടെ സ്റ്റില്ലിൽ കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മൾ വീഡിയോ റെൻഡർ ചെയ്യുമ്പോഴാണ് അത് പ്രശ്നമാവുക. തൽക്കാലം നമുക്ക് ഇത് സ്റ്റില്ലിലിട്ടിട്ട് ആഡ് ചെയ്യാം. എന്തിനാണ് സ്റ്റില്ലിലിട്ടതെന്ന് മേ ബി ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെന്തിനാണ് ഞാൻ കാണിച്ചു തരാം. ഒന്ന് റൊട്ടേറ്റ് ചെയ്തോട്ടെ. 90 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്തു. ഡിസ്പ്ലേയിൽ വന്നു. ഡൈനാമിക് കൊടുത്താൽ കണ്ടോ, ഇത് ചുരുങ്ങി ചെറുതാകുന്നുണ്ടോ? ഇവിടെ ആനിമേഷൻ റണ്ണാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് ഞാനത് സ്റ്റില്ലിലിട്ടത്. സ്റ്റില്ലിലിട്ടാൽ അത് ഡൈനാമിക് എഫക്റ്റ് പോയിട്ട് അത് സ്റ്റില്ലിൽ അവിടെ നിന്നോളും. സോ അങ്ങനെ ചെയ്യുമ്പം നമുക്ക് വീഡിയോ റെൻഡർ ചെയ്യുമ്പോൾ മേ ബി പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഇട്ടിട്ട് സ്റ്റില്ലിൽ വെച്ചിട്ട് അത് കറക്റ്റായിട്ട് നമ്മുടെ വിൻഡോന് അകത്ത് വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും റെൻഡർ ചെയ്തെടുക്കുമ്പോൾ. ഞാനതൊരു ഗ്രൂപ്പാക്കി മാറ്റാം കേട്ടോ, യൂസ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. അത് തന്നെ ഞാൻ കോപ്പി ചെയ്ത് താഴെയും കൊണ്ടുവച്ചു. അത് തന്നെ കോപ്പി ചെയ്ത് അവിടെ നമുക്ക് ആവശ്യമില്ല. സോ നമ്മൾ വിൻഡോയുടെ പുറകിൽ ഇവിടെ ആയിട്ട് അത് പ്ലേസ് ചെയ്തു. ഇത് എനിക്ക് മേ ബി വീഡിയോ റെൻഡർ ചെയ്യാൻ എനിക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനിപ്പം ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. സോ ഒരു ആനിമേഷൻ വീഡിയോ പ്ലേ ചെയ്യാറുണ്ടല്ലോ, അത് റെൻഡർ എടുക്കുമ്പോൾ മേ ബി എനിക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. സാറ അത് അപ്പോഴെന്തെങ്കിലും ചെയ്യാം. സോ നെക്സ്റ്റ് ഇത് കോപ്പി ചെയ്തു ഇവിടെ പ്ലേസ് ചെയ്തു. അയ്യോ, എന്തോ പിടിച്ചാക്കിയിട്ട് ഇങ്ങനെ ആയിട്ട് ഗൈസ്. അപ്പോൾ ഞാനത് പി പ്രസ് ചെയ്ത് നോർമൽ ബാക്ക് ടു വ്യൂയിലേക്ക് വന്നു. കോപ്പി എടുത്തിട്ട് ഒന്നുകൂടെ ജസ്റ്റ് വെച്ചു. അത് നമ്മൾക്ക് താഴെയും ആവശ്യമുള്ളത് കൊണ്ട് ഏതാണെന്ന് അറിയില്ല. സോ ജസ്റ്റ് ഒന്ന് മാത്രം ഡ്രാഗ് ചെയ്ത് താഴെ ഇടാം.
ഓക്കെ ഗൈസ്, അതും കൂടി റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ അത് കുറച്ച് ഭയങ്കരമായിട്ട് അടുത്ത പോലെ ഉണ്ടല്ലേ. ഏതാണിതിൽ ഹത്തും ഒരു പൊട്ടി ശകലം പുറകോട്ടാക്കിയിട്ടുണ്ട്. ദെൻ ക്യാമറ വ്യൂയിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതേസമയം സൈഡ് ഏരിയ കൂടി കറക്റ്റം വരുന്നത് കൊണ്ട് വേണമെന്നുണ്ടെന്ന് വെച്ചാൽ നമുക്കത് ഒഴിവാക്കി വിടാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ സം ടൈംസ് അത് നമുക്ക് ഇരട്ടി പണി തരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. സോ എന്ത് വേണം, അവിടെയും കൂടി ഒരു കറക്റ്റം കോപ്പി ചെയ്തങ്ങ് ഇടുക. കോപ്പി ചെയ്ത് ഇടല്ലേ വേണ്ടോ, വലിയ പണിയൊന്നുമില്ലല്ലോ. സോ നമുക്കതും കൂടി അങ്ങോട്ട് കോപ്പി ചെയ്തിടാം. അതും ഡ്രാഗ് ചെയ്തു താഴത്തേക്ക് കോപ്പി ചെയ്തിട്ടു. ഇതിനാണ് കിച്ചണാണ്, അവിടെ ഇടണോ വേണ്ട, അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഇവിടെ ചെറിയൊരു പോർഷൻ മിസ്സായിട്ടുണ്ട്, അതുപോലെ ഇവിടെയും മിസ്സായിട്ടുണ്ട്. അപ്പം ഇത് ഒറ്റ സെലക്ഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് മെറ്റീരിയൽ പിക്കർ എടുത്തിട്ട്, ഓ ഷിറ്റ്, ഇത് പണിയാണ് ഗൈസ്. തിരിച്ച് മാക്സിൽ വന്നു. അതിന് ഡിലീറ്റ് ആക്കാൻ ഓപ്ഷൻ ഉണ്ടോ? ഓ സി, എൻ്റെ 3ds Max ക്ലോസ് ആയി പോയി. ക്രാക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കത് കംപ്ലൈൻറ്റ് ചെയ്യാൻ കൂടി പറ്റത്തില്ല. ക്രാക്ക് ഫയൽ ആയതിൻ്റെ പ്രശ്നമാണത്. സോ അത് വിട്ടേക്ക്. സി അത് കണ്ടോ, സെൻഡ് റിപ്പോർട്ട്, അത് വിട്ടേക്ക്. യെസ്, ക്ലോസ്. സോ നമ്മൾ തിരിച്ച് മാക്സിലേക്ക് വന്നു. ഓ ഷിറ്റ്, അത് ആക്ച്വലി അവിടുന്ന് മൂവായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, തിരിച്ച് മാക്സ് പോയി അത് ഫയൽ ഓപ്പൺ ചെയ്ത് കറക്റ്റാക്കി എടുക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ്. സോ ഞാനത് ചെയ്യുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ, അതൊരു വലിയൊരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് D5 മെറ്റീരിയൽ തന്നെ ഉപയോഗിച്ച് ഇത് പരിഹരിക്കാവുന്നതാണ്. സോ ഈ ഒരു അവസരം ഞാൻ അതിനായിട്ട് യൂസ് ചെയ്യുകയാണ്. നമ്മുടെ ബേസിക് മോഡലിലേക്ക് വന്നു. നമുക്കിവിടെ എന്തെടുക്കുക, പ്ലെയിൻ എടുക്കണോ ബോക്സ് എടുക്കണോ? നമുക്ക് പ്ലെയിൻ എടുക്കാൻ തൽക്കാലം. അത് ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. 1 മീറ്റർ കൊടുത്തു, 1 മീറ്റർ കൊടുത്തു. ഇവിടെ പോയി 1 മീറ്റർ പോരാ. സാധനം ഇവിടെ പോയി. അത് കാണാൻ കഴിയുന്നില്ല. അപ്പം 19 വരെ. ഗൈസ്, എനിക്കൊരു അബദ്ധം പറ്റി. ആ ഒരു പ്ലെയിൻ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതെവിടെ പോയി എന്ന് എനിക്കൊരു പിടിയുമില്ല. സോ ഞാൻ വേറൊരു ക്യൂബാണ് ഇത്തവണ എടുക്കുന്നത്. അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഹൈറ്റ് നമുക്കൊരു 10 കൊടുക്കാം. ആക്ച്വലി ഇത് എന്തോ ഒരു മിസ്മാച്ച് വന്നിട്ടുണ്ടോ. ആക്ച്വലി എൻ്റെ D5 മെഷർമെൻ്റ് അളവും മാക്സിലെ മെഷർമെൻ്റ് അളവും എന്തോ ഒരു വ്യത്യാസം വന്നുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അതാണ് ഈ 1 മീറ്ററിലൊക്കെ ഇത്ര വ്യത്യാസം കാണുന്നത്. ഇത് നമുക്കൊരു 300 കൊടുക്കാം. 300 പോരാ. 500 കൊടുക്കാം. 500 പോരാ. 1000 കൊടുക്കാം. ദെൻ ഇത് നമുക്കൊരു 50 കൊടുത്തിട്ട് 90 കൊടുക്കാം. കൊടുത്തിട്ട്
എനിക്കിത് ആക്ച്വലി വേണമെന്നുണ്ടെങ്കിൽ നേരെ മാക്സ് പോയിട്ട് റെഡിയാക്കി തരാൻ പറ്റും കേട്ടോ. വേർട്ടെക്സ് സെറ്റ് ചെയ്താൽ മൂവ് ചെയ്ത് തരാൻ പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ D5 വെച്ചിട്ട് എങ്ങനെ കവർ ചെയ്യാമെന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. സോ ഇതെന്ത് തേങ്ങ ചെയ്യുന്നത് നിങ്ങളാരും വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാനത് അവിടെ സെറ്റ് ചെയ്തിട്ട് മെറ്റീരിയൽ പിക്കർ എടുക്കുന്നു, നമ്മുടെ ഇത് കോപ്പി ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഗൈസ് അവിടെയും പണി കിട്ടി. അതിൻ്റെ മിസ്മാച്ച് ആയിട്ടാണ് കിടക്കുന്നത് സ്ട്രെച്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്ത് വേണം, മെറ്റീരിയൽ പിക്കർ ഒന്നുകൂടി എടുക്കുന്നു. ഇവിടെ ട്രൈ പ്ലാനർ ഇല്ല ഗൈസ്, പണി കിട്ടി വീണ്ടും. ഇതൊന്ന് കൊടുത്തു, ആവുന്നില്ല. പോയിൻ്റ് ഒന്ന് കൊടുത്തു, ആവുന്നില്ല. 10 യാസ് 100 100 50 50 10 10 കിട്ടുന്നില്ലല്ലോ, എന്തങ്ങനെ? ഫൈൻ, അത് ഞാൻ ക്യാമറയൊക്കെ വന്നു. ഓക്കെ, ഞാനത് വിട്ടു. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു കേട്ടോ. വീഡിയോ ലെങ്ത്ത് കൂടുന്നുണ്ട്. സോ ഞാൻ അത്ര ക്ലോസപ്പിലൊന്നും അത് തന്നെ അത്ര ക്ലോസപ്പിലൊന്നും എടുത്ത് റെൻഡർ ചെയ്യുന്നില്ല തൽക്കാലം. സോ ഞാനത് സീരിയസ് ആയിട്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല. സംടൈംസ് മീൻസ് ഡ്യൂറേഷൻ കൂടുന്നുണ്ട് കേട്ടോ, പറഞ്ഞ് വിചാരിക്കരുത്. സോ ഇതൊന്ന് കുറച്ചൊന്ന് ഡാർക്കായിക്കോട്ടെ. അപ്പം ഇതിലിനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമോ? വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫോഗ് വേണോ നിന്നോട്ടെ ഒരു പൊടിക്ക്. ജസ്റ്റ് ഫോഗ് ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോഗും മഞ്ഞും സീന്. ഇതെന്താ വീഴാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡൈനാമിക് ഓഫാക്കി വെച്ചിട്ടുണ്ടല്ലോ. സോ അതുകൊണ്ടാണ് കേട്ടോ അത് വീഴാത്തത്. കാണിച്ചു തരണോ നിങ്ങൾക്ക് എന്താണെന്ന്? ലൈക്ക് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, മഴ പെയ്യുന്നു മഴ തുള്ളി സോറി യാ. അപ്പോൾ ഇതുകൊണ്ടാണത് കാണാത്തത്. സോ ഡിസ്പ്ലേയിൽ വന്നു, ഡൈനാമിക് ഓഫ് ചെയ്തു, റെയിനിൻ്റെ സ്ട്രെങ്ത്ത് കുറച്ചു. നമുക്ക് പടിൽ എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് വേണ്ട അല്ലേ, നമുക്ക് ഫോഗ് തന്നെ അങ്ങ് റെൻഡർ ചെയ്യാം. ക്യാമറ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് വേണ്ട. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചു റിയലിസ്റ്റിക്കിന് വേണ്ടിയിട്ട് കുറച്ചു എന്തായിരുന്നു അതിന് പറയുക, ഫോളൻ ലീവ്സ് അതൊക്കെ ആഡ് ചെയ്ത് നോക്കാവുന്നതാണ്. നിർബന്ധിക്കുന്നില്ല, മീൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം സ്യൂട്ടാവുന്നതെന്ന് എനിക്കറിയത്തില്ല. സോ ഞാനത് വിട്ടു. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെറും ഗ്രാസ് ആണല്ലോ, ആ ഗ്രാസിനിടക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ ഒരു പക്ഷേ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതെപ്പടിയിരിക്കെ കൊള്ളത്തില്ല. ഓക്കെ, അത് രണ്ടും നിന്നോട്ടെ, ഞാൻ അധികം കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. ദെൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഹ്യൂമൺ ഒബ്ജക്റ്റിനെ കൂടി ആഡ് ചെയ്യുന്നുണ്ട്.
മീൻസ് ഞാനിത് AI യൂസ് ചെയ്തിട്ട് റെൻഡർ ചെയ്യും കേട്ടോ. കുറച്ചുകൂടെ റിയലിസ്റ്റിക് ഔട്ട് കിട്ടാൻ വേണ്ടിയിട്ട് AIയുടെ ഹെൽപ്പ് കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതെന്തായാലും കാണിച്ചു തന്നിരിക്കും. അപ്പം ഇവിടെ ക്യാരക്ടർ എടുക്കുന്നു. ക്യാരക്ടർ എടുത്തിട്ട് ഇവരെ 2 പേരെയും നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. കുറച്ച് മുന്നോട്ട് പ്ലേസ് ചെയ്യാം. ദെൻ നമ്മുടെ ക്യാമറ വ്യൂയിലേക്ക് വരാം. അവിടെ നിന്നോട്ടെ. കുട്ടീനെ വേണോ, ഒരു കുറച്ച് അഡോൾട്ടായിട്ടുള്ള ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന ഒരു ഫീല് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ ഇതൊരു ഫിനിഷിങ് സ്റ്റേജിലായിട്ടുണ്ട്. അപ്പം മോഡൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഷേപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഒരു പ്ലെയിനായിട്ട് കിടക്കുന്നത് കൊണ്ടാട്ടോ, നിർബന്ധമൊന്നുമില്ല. അതുപോലെ ഇവിടെയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ നമ്മുടെ മോഡലിംഗ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി ഇനി ഇത് റെൻഡർ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ കൂടുതലായിട്ടൊന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ഞാൻ നിങ്ങൾക്കിത് മുമ്പ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചെയ്ത കാര്യങ്ങളൊക്കെ ഇത്രയാണ് വരുന്നത്. സോ ഈ ഒരു പ്ലാന്റും കാര്യം ഞാൻ ആക്ച്വലി സ്കെച്ചപ്പ് എന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ഇതിൻ്റെ ഒരു പേരുണ്ടായിരുന്നു ഇതിന്, ഞാൻ പേര് വിട്ടു. ഞാനത് കിട്ടുവാണെങ്കിൽ ഇവിടെ സ്ക്രീനിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യാം. സോ ഇത് നമ്മുടെ ഒരു ഉള്ളിലെ ഒരു കോർട്ട്യാർഡിൻ്റെയും മീൻസ് ഇതൊരു പ്രൈവറ്റ് ഏരിയ ആണത്. സോറി, എവിടെ ഫ്രണ്ടിൽ വന്നു. കണ്ടോ, ഇത് ആക്ച്വലി ഒരു പ്രൈവറ്റ് ഏരിയ ആണ്. ഒരു മഴയൊക്കെ നനയുന്നൊരു സംഭവമാണത്. ഒരു കോർട്ട്യാർഡിലേക്കുള്ള വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ക്ലൈൻറ്റ് ഒരു ഊഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ മറ്റേ മോഡലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെയായിരുന്നു ഇത് വരുന്നുണ്ടായിരുന്നത്. പിന്നെ അതേസമയം അതിനകത്തേക്ക് ഒരു ക്ലോസ്ഡ് റൂം പോലെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്ന് ഇങ്ങനെയും ചെറിയൊരു ഓപ്പണിങ് നൽകിയിട്ടുണ്ട്. ദെൻ ഹാൻഡ് റെയിലിനൊന്നും മെറ്റലൊന്നും എഫക്റ്റ് കൊടുക്കാം കേട്ടോ.
സിൽവറാണ് അത്. പിന്നെ ജസ്റ്റ് ഒരു ചെറിയൊരു സിറ്റിംഗ് ഏരിയ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ വിറ മെഷാണ്, കോസ്മോസ് ബ്രൗസറിൽ നിന്ന് വരുന്ന സാധനമാണ്. പിന്നെ ഇവിടെയും ഒരു ചെറിയൊരു ക്ലൈഡിങ് ഡേയിൽ കൊടുത്തിട്ട് ഭംഗിയായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായ ഒരു ചുമര്. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു മോഡൽ വരുന്നത്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ സ്കൈയുടെ പോർഷൻ, എൻവയോൺമെൻറ്റ്, ക്ലൗഡ് വേണമെങ്കിൽ നമുക്ക് ഓക്കെ ഇത് മതിയാവും. ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. ഞാനിത് നിങ്ങൾക്ക് എങ്ങനെയാണ് AI റെൻഡർ ചെയ്യുന്നത് കൂടി ഈ ഒരു ഏരിയയിൽ കാണിച്ചു തരാം. സോ നമ്മുടെ ക്യാമറ എടുക്കുന്നു. റേഷ്യോ നിങ്ങൾക്ക് അറിയാമായിരിക്കട്ടെ, ഏത് റേഷ്യോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒറിജിനൽ തന്നെയാണത്. അതിനു മുമ്പ് നമ്മുടെ ഈ ഒരു F8 പ്രസ് ചെയ്ത് 2 പെർസ്പെക്റ്റീവ് മോഡ് F8C കാണുന്നുണ്ടോ? അത് F8 ആണ്. മീൻസ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് നമുക്ക് ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, എനിക്ക് ഇവിടെ കുറച്ച് പ്ലെയിൻ ആയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ എന്തേലും ഒന്ന് സംതിങ് വെച്ചോട്ടെ. അവിടെ ഇപ്പം എന്താണ് ആഡ് ചെയ്യുക? അവിടെ എനിക്കൊരു പ്ലെയിൻ ആയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ, അത് വിട്ടേക്കാം. നമുക്ക് AI ഹെൽപ്പ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു റോക്ക് എലമെൻ്റ് ആഡ് ചെയ്താലോ? വീടിന് മുമ്പ് തന്നെ ഒരു റോക്ക് ഉണ്ടാകും, പക്ഷേ വേണ്ട, അത് വിട്ടേക്ക്. അപ്പോൾ നമ്മുടെ ക്യാമറ ഫൈനലായിട്ടൊന്ന് സെറ്റാക്കണം. ഓക്കെ, ഞാനിപ്പം വേറെ ഇതിലൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു അതൊരു മിസ് പോലെ ഉണ്ടോ? വേണ്ട, ഞാൻ ഇതിൽ തന്നെ പോവാണ്. സോ ഫയൽ സേവ് ചെയ്തു. $2K ക്വാളിറ്റി ആയിട്ടില്ലല്ലോ. സോ ഡയറക്റ്റായിട്ട് റെൻഡർ ചെയ്യുമെന്ന് ഡെസ്ക്ടോപ്പിൽ ടെസ്റ്റ് ഫയൽ സി ഗൈസ്, ഞാനിപ്പോൾ AI ഹെൽപ്പോടുകൂടി അത് റെൻഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി അത് റെൻഡർ ചെയ്തിട്ടുണ്ടായി, മീൻസ് സ്ക്രീൻ റെക്കോർഡ് ഉണ്ടായി. എനിക്ക് ആ ഒരു പോർഷൻ മിസ്സായി പോയി കേട്ടോ. അത് കുഴപ്പമില്ല, ഞാനിപ്പോൾ AI ഹെൽപ്പോടുകൂടി അത് റെൻഡർ ചെയ്താൽ മാത്രമേ ഉള്ളൂ. സോ ഇത്രയാണ് ഞാനിപ്പം വ്യത്യാസം വന്നിട്ടുള്ളത്. മീൻസ് നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇല്ല, ഇത് ലോങ് റേഞ്ച് ആയതുകൊണ്ട് വലിയൊരു വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ അതേസമയം ഈ ഒരു പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. ഈ ഒരു കണ്ടോ, ഇവിടെയാണ് നോക്കേണ്ടത്. ലൈക്ക് മെയിനായിട്ട് പ്ലാന്റേഷനിലാണ് ഈ ഒരു വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പം
ഡൗൺലോഡ് ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ അപ്പ് സ്കെയിൽ നാട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അതൊന്നുകൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. റെൻഡറിങ് മീൻസ് ആ ഒരു പോർഷൻ സ്കിപ്പായി പോയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സി, ഞാൻ ഇത്തവണ വേറൊരു വ്യൂ ആണ് എടുക്കുന്നത്. ഇത്തവണ ഇത്തവണ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യാമറ സെറ്റാക്കിയിട്ട് ഇതിലൊരു ഹ്യൂമൻ ഒബ്ജക്റ്റിനെ ആഡ് ചെയ്തിട്ട് അത് എയുടെ ഹെൽപ്പോടുകൂടി റെൻഡർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു. എയുടെ ഹെൽപ്പോടി എന്ന് ഞാൻ പറയുമ്പോൾ മാക്സിമം ഞാനത് എൻഹാൻസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. മീൻസ് നമ്മുടെ ആ ഒരു മോഡലിനെ ജസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്തിട്ട് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ലുക്കിലേക്ക് കൊണ്ടുവരും. അതാണ് സംഭവം. അപ്പോൾ നമുക്കിതിലൊരു കുട്ടിയെ പ്ലേസ് ചെയ്യാം. ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ജസ്റ്റ് ആ ഒരു പോർഷനിലെത്തുമ്പോൾ കട്ടായി പോയി. അപ്പം ഈ ഒരു പോർഷൻ എന്ന് വെച്ചാൽ റീറെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പം മീൻസ് ഈ ഒരു വീഡിയോയിൽ ഇതും കൂടി ഒന്ന് കവർ ചെയ്യുന്ന കരുതിയിട്ടാണ് ഞാനത് ഉൾക്കൊള്ളിക്കുന്നത്. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കാണിച്ചു തരാനാണെങ്കിൽ നമുക്കിപ്പം ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് കുറച്ച് സൂമായിട്ട് വെച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ഒരു കോണ് കണ്ടോ, നമുക്ക് റൗണ്ട് കോർണറിലേക്ക് മാറ്റാൻ പറ്റും. സി, ഒരു ഷാർപ്നെസ് പോവും. ഇത് ഓൺ ചെയ്തിടുന്നത് എപ്പോഴും നന്നായിരിക്കും കേട്ടോ. നമുക്ക് ഇൻറ്റീരിയറൊക്കെ റെൻഡർ ചെയ്യുമ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഈ കൊച്ചിനെ ഇവിടെ പ്ലേസ് ചെയ്യാണ്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ക്യാമറ വ്യൂയിലേക്ക് വന്ന് വേറെ എവിടെ ഇരിക്കാൻ കണ്ടില്ലെന്നും ചോദിക്കരുത്. ബോളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതിൽ ഫ്രീ ആയിട്ട്? ഇതിൽ നമുക്ക് ഇൻഡോറിലേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെയാണ് കിട്ടുക? ഓക്കെ, അത് വിട്ടേക്ക്. സി, നമ്മുടെ ക്യാമറ വന്നു. ഇത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ക്ലോസ് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് പെർഫെക്റ്റ് ആണ്. നമുക്കൊരു ക്യാമറ കൂടി ഒന്ന് ആഡ് ചെയ്യാം. ഫയലൊന്ന് സേവ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഒരു ആനിമലിനെ കൂടി ഒന്ന് വോൾഫാണത്. ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട് കേട്ടോ. ബട്ടർഫ്ലൈ ഒക്കെ ആക്ച്വലി ആനിമേറ്റഡ് സാധനങ്ങളാണ്. നമ്മൾ കണ്ടില്ല, ഈ ഒരു ഐക്കണുള്ളതൊക്കെയും ആനിമേറ്റഡ് സാധനങ്ങളാണ്. നമുക്കത് വീഡിയോ റെൻഡറിങ്ങിനാണ് ആക്ച്വലി അത് കുറച്ചുകൂടെ ഒന്ന് യൂസ് ആവുക. ഓക്കെ,
അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഒരു പോർഷൻ സ്കിപ്പായി പോയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് വീണ്ടും എടുക്കുന്നത്. സോ ഐ നോ വീഡിയോക്ക് കുറച്ചധികം ലെങ്ത് ആയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. സോ കുഴപ്പമില്ല, എന്തായാലും വർത്തായിരിക്കും കാണുന്നത്. മേ ബി ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാനും വഴിയുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ ഒന്നും നിങ്ങൾ കാണുന്നില്ല. സംടൈംസ് ചിലപ്പോൾ ഇതൊക്കെ സ്കിപ്പായി പോയേക്കാനും വഴിയുണ്ട്. സോ ഇതൊന്ന് ഡൗൺലോഡ് ആയിക്കോട്ടെ. 93, 95 ആയിട്ടുണ്ട്. 100. ഇതിൻ്റെ ആനിമേഷൻ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഡിസ്പ്ലേയിൽ വന്നിട്ട് ഇത് സ്റ്റില്ലാക്കിയാൽ കണ്ട ഈ കൊച്ചിന് മൂവ്മെൻ്റ് ഉണ്ട് ആക്ച്വലി. ഓക്കെ, ഇങ്ങനെ നോട്ടെ. സ്റ്റില്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിലെ ഫോക്കസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ വീഡിയോ കൂടി വേണോ, ഡ്യൂറേഷൻ നല്ല രീതിയിൽ കൂടാൻ ചാൻസ് ഉണ്ട്. സംടൈംസ് ഇതിൻ്റെ കൂടെ ഞാൻ വീഡിയോ പോർഷനും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഇത് വേറൊരു റേഷ്യോയിൽ നമുക്ക് അല്ലേ വേണ്ട, നമുക്ക് ഈ ഒരു വ്യൂ കൊള്ളാം ആക്ച്വലി. സോ ഞാൻ റെൻഡർ ചെയ്യാണ്. ഡെസ്ക്ടോപ്പ് സീൻ 4 സേവ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ റെൻഡർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 1 മിനിറ്റും 29 സെക്കൻഡാണ് എടുത്തിരിക്കുന്നത്. സോ ഈ ഒരു പോർഷൻ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സോ പോസ്റ്റ് പ്രോസസ്സിലേക്ക് കടന്നു. അപ്പോൾ മീൻസ് ഇത് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്താലേ നമ്മൾ പ്രോ വേർഷൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫീച്ചർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെയാണ് വരിക. സോ ഇവിടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. സോ പെട്ടെന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. സോ ഇത് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് AI എൻഹാൻസർ, AI സ്റ്റൈൽ ട്രാൻസ്ഫർ, ഇൻ പെയിൻറ്റിംഗ് എന്നൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ ഓരോന്ന് എടുത്താൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. ഇതൊക്കെ മീൻസ് ഇതിൻ്റെ സ്കൈ ഓരോ ഒബ്ജക്റ്റൊക്കെ ഇതാക്കലാണ്. പെയിൻറ്റിംഗ് എന്ന് വെച്ചാൽ നമുക്കത് ഓരോ സ്റ്റൈലിലേക്ക് മാറ്റലാണ്. സ്റ്റൈൽ ട്രാൻസ്ഫർ മീൻസ് ഏതൊരു സ്കെച്ചപ്പ് ഡ്രോയിങ്ങിലേക്കും കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് മാറ്റാൻ പറ്റും. ആക്ച്വലി ഇത് ഭയങ്കര യൂസ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇതിൻ്റെ ഒരു സെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പം AI എൻഹാൻസർ ഫീച്ചറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ മൗസ് പോയിൻ്റ് വെച്ചിട്ട് ഇങ്ങനെ വേണ്ട കാര്യങ്ങൾ ഒന്ന് ലോഡ് ആയിക്കോട്ടെ, വേണ്ട കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇത് ലോഡാവും ഫസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ. സോ ആ ഒരു സ്റ്റെപ്പാണ്. അധികം ടൈം ഒന്നും എടുക്കില്ല. നിങ്ങളെ നെറ്റ് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇത് ടൈം കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകിൽ മൗസ് പോയിൻ്റ് വെച്ചിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് റെഡിയാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഓരോ സാധനവും സെലക്ട് ചെയ്തിട്ട് റെഡിയാക്കാം. സോ ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൗസ് പോയിൻ്റ് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തു. ഈ ഒരു ഹ്യൂമൺ ഒബ്ജക്റ്റിനെയും വെജിറ്റേഷനും മാത്രമാണ് ഞാനിപ്പോൾ മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് വെച്ചിട്ട് ഡ്രാഗ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. അതൊക്കെ അതും ഓക്കെ. ഇത് മാത്രം സെലക്ട് ആകുന്നില്ല. എനിക്ക് അതേസമയം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പം എല്ലാം നമുക്ക് ഫുള്ളായിട്ട് അങ്ങനെ എൻഹാൻസ് ചെയ്തേക്കാം.
ഞാൻ ഫുള്ളായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് 1ൻ്റെ വാല്യൂ മാറ്റാം. ടെക്സ്ചർ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. എൻഹാൻസ് കൊടുക്കാം. ഞാൻ ഇപ്പോൾ മൊത്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാനിതെല്ലാം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ കുട്ടിയുടെ ഫേസൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വരുന്നതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അറിയത്തില്ല, ഞാനിപ്പോൾ മൊത്തമായിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് അതെങ്ങനെയാണ് വരിക എന്ന് എനിക്ക് അറിയത്തില്ല. സോ സ്കിപ്പ് ചെയ്യാതെ നമുക്ക് കാണാം എത്ര ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ എൻഹാൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലോഡാവുകയാണ്. അപ്പം നമ്മുടെ ഫയൽ റെൻഡറായിട്ടുണ്ട്. കുട്ടിയുടെ ഫേസിൽ കാര്യം ചേഞ്ച് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈക്ക് ഇതായിരുന്നു ബിഫോർ ഉണ്ടായിരുന്നത്, ഇതാണ് ആഫ്റ്റർ. ലൈക്ക് കുറച്ചൊരു കൈയൊക്കെ നോക്കുമ്പം
ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അത് മനസ്സിലാവും. പിന്നെ പുറകിലത്തെ ഈ ഒരു പില്ലറിൻ്റെ ഡിസൈനായാലും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. വുഡിൻ്റെ ഡിസൈനിലും കാര്യമായിട്ടൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഒന്ന് എൻഹാൻസ് ആയിട്ടുണ്ട് അത്. അപ്പം ഈ കറക്റ്റ് നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. റിഫ്ലക്ഷൻ കൂടി കാര്യമാണ്, പക്ഷേ അതിനൊട്ടും പ്രതീക്ഷിച്ചില്ല. അത് കൊള്ളാം. പിന്നെ നമ്മുടെ ഈ പൂച്ചക്കൊന്നും വലിയ വ്യത്യാസം വന്നിട്ടില്ല, കുഴപ്പമില്ല. അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. ആക്ച്വലി അത് നല്ല ക്വാളിറ്റി മെഷായിരുന്നു, അപ്പോൾ അതിൽ കൂടുതലൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഈ ഒരു ലീഫും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ എൻഹാൻസിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ. ഡൗൺലോഡ് ഇടാം. സീൻ ഫോർ അപ്പ് സ്കെയിൽ ഇവിടെ ഉണ്ട്, അപ്പോൾ ഒന്നുകൂടെ ഡൗൺലോഡ് ചെയ്യാം. ക്ലോസ് ചെയ്തു. ഇനിയുള്ളത് ക്യാമറ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. സോ ഞാനത് വേറൊരു വീഡിയോ ചെയ്താൽ പോരെ. ഇതിപ്പോൾ ആക്ച്വലി നല്ല ലെങ്ത് ആയിട്ടുണ്ട്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാനത് കൂടി മീൻസ് വേറൊരു സെപ്പറേറ്റ് ഒരു സിനിമാറ്റിക് ഒരു സ്റ്റോറി ടെല്ലിങ് പോലെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിച്ച് ചെയ്യാം. ഒരു വീഡിയോ റെൻഡറിങ് ഇങ്ങനെയാണ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അപ്പം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ഡൗട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട, ടെലിഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഇവിടെ ഉണ്ടാകും. സോ എനിക്കറിയാവുന്നതൊക്കെയാണെങ്കിൽ ഞാൻ എന്തായാലും ക്ലിയർ ചെയ്ത് തരാം. സോ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. ബൈ ബൈ.